Praise the Lord. Praise the Lord. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Praise the Lord. സ്തോത്രം. കർത്താവിന്റെ തന്നെ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ആ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവസന്നിധിയിലായിരിക്കുവാൻ, പരസ്പരം കാണുവാൻ, ദൈവിക കരുതലും കൃപകളും അനുഭവിക്കുവാനൊക്കെ ഈ ദിവസങ്ങളിൽ സ്വർഗം ഇടയാക്കുന്ന എല്ലാ വിധങ്ങളെയും ഓർക്കുന്നു. വിശിഷ്യ എന്ന പകലത്തെ ഈ കൂടി വരുവനായി കർത്താവിന് നന്ദി പറയുന്നു. അഭിഷക്തനെ സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്തു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ സമയം അധികമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ധൈര്യപ്പെടുന്നു. ദൈവാത്മാവിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ ഏവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഇന്നത്തെ ശുശ്രൂഷ തികച്ചെടുക്കേണ്ടതിന് അത് ഏറ്റവും അനിവാര്യമായിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഈ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ചോദിക്കുന്നു. ഒരുമിച്ചുള്ള ധ്യാനത്തിനായി, വചന ചിന്തയ്ക്കായി പ്രവർത്തികളുടെ പുസ്തകം 19 അധ്യായം അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പ്രവർത്തികൾ 19, 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരെ കീഴടക്കി ജയിക്കുക, അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു അധികം ആരും ഈ ഭാഗം പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആയതിനാൽ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുവാനുള്ളത് ഈ പകൽ ഹൃദ്യമായി സംസാരിക്കട്ടെ. എൻ്റെ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം ഞാൻ പറയാം. ഞാൻ സഭയോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷ മേഖലകളിൽ വിശിഷ്യ ദൈവിക അധികാരത്തോടുകൂടി പ്രയോജനപ്പെടണമെന്ന് ഏതൊരു ആളെയും പോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, എന്നേക്കാൾ അതിയായി ആഗ്രഹമുള്ള ആളുകൾ ഈ സഭയിലുണ്ട് എന്ന് എനിക്കറിയാം. ലോകമാകമാനം ക്രൈസ്തവ സഭയിലുണ്ട്. എന്നാൽ പലരും ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ അവർ പ്രയോജനപ്പെടാറില്ല. പലരുടെയും അനുഭവം ഈ സ്കേവയുടെ പുത്രന്മാർക്ക് സംഭവിച്ചതുപോലെയുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയുമായുള്ള ബന്ധത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്ന ഒരാളാണ്. ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മൾ കുറേ ടെക്നോളജികൾ ഉപയോഗിക്കും. അതിലൊന്നാണ് ഈ ഫെയിലുവർ മോഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തോൽവി നമ്മുടെ മുമ്പിൽ വേദപുസ്തകം വിവരിച്ചു കാണിച്ചിരിക്കുമ്പോൾ ആ തോൽവിയെ നമ്മൾ നൂലുകീറി പരിശോധനയ്ക്ക് വിധേയമാക്കി പഠിച്ചു കഴിയുമ്പോൾ ഏതൊരാളെയും പോലെ, സെക്യുലർ വേൾഡിലുള്ള ഏതൊരാളെയും പോലെ ഞാനും വിശ്വസിക്കുന്നു, നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ചില ലെസൺസ്, ചില പാഠങ്ങൾ ഏതൊരു തോൽവിയിൽ എന്ന പോലെ ഈ തോൽവിയുടെ വിവരണത്തിലും ഉണ്ടായിരിക്കുമെന്നല്ല, ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ഒന്ന്, അതാരുമാകാം. ഈ ശുശ്രൂഷ മണ്ഡലങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഐ വുഡ് ലൈക്ക് ടു ചൂസ് എ ടോപ്പിക് ഓർ എ ടൈറ്റിൽ ഫോർ ടുഡേയ്സ് മെസ്സേജ് ലൈക്ക് ഹൗ ടു ഗെയിൻ അതോറിറ്റി ഓവർ ഡിമോണിക് പവേഴ്സ്. സാത്താന്യ ശക്തികളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ എങ്ങനെ അധികാരമുള്ളവരായി തീരാം എന്ന് ഒരുമിച്ച് അല്പസമയം, ലഭിച്ചിരിക്കുന്ന പരിമിത സമയത്തിനുള്ളിൽ ചുരുക്കം ചില കാര്യങ്ങൾ ആത്മാവ് അനുവദിക്കുന്ന വിധങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. 3 കാര്യങ്ങൾ
അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ 3 വെർബുകൾ, ക്രിയകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ആ ദുരാത്മാവുള്ള മനുഷ്യൻ, ആ ഒരാളാണ് അത്, 7 പേരുടെ മേൽ ചാടി വീണിട്ട് അവരെ കീഴടക്കി, അവരെ ജയിച്ചു. അവർ നഗ്നരും മുറിവേറ്റവരുമായി തീരുകയാൽ അവരുടെ വീട് വിട്ട് അവർ ഓടിപ്പോയി. 3 കാര്യങ്ങൾ. സോ ഹി മാസ്റ്റേർഡ്, ഹി ഓവർപവേർഡ് ആൻഡ് ഹി പൊസസ്ഡ്. 3 കാര്യങ്ങൾ. മാസ്റ്റേർഡ്, ഓവർപവേർഡ് ആൻഡ് പൊസസ്ഡ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിലും അല്ലെങ്കിൽ ദൈവാത്മ മണ്ഡലങ്ങളിലും ദുരാത്മ മണ്ഡലങ്ങളിലും ഒരുപോലെ ഉള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എയ്തർ യു ക്യാൻ ബി ഓൺ ഗോഡ് സൈഡ് ഓർ യു ക്യാൻ ബി ഓൺ ദ അതർ സൈഡ്. ഇത് ഏത് സൈഡിൽ നിങ്ങളായിരുന്നാലും ഈ 2 മേഖലകളെയും ഗവേൺ ചെയ്യുന്ന, ഈ 2 മേഖലകളിലും അധികാരം ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. It doesn't matter where you are standing. ഒരു കാര്യം ആരംഭത്തിൽ തന്നെ പറയാം, there is nothing called a neutral line. നമുക്ക് യേശുവിന്റെ പക്ഷവും വേണ്ട, പിശാചിന്റെ പക്ഷവും വേണ്ട. ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ ഈ സെക്യുലർ വേൾഡിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈൻ ഇല്ല, അങ്ങനെ ഒരു സ്ഥാനമില്ല എന്ന് ആദ്യം തന്നെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ പാസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ ഒരു ശീതവാനും വേണ്ട, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ശീതോഷ്ണവന്മാരായിട്ടുള്ള ആളുകളെയാണ് ദൈവം ഉമിണ്ണ് കളയുന്നത്. അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. എയ്തർ ഒന്നുകിൽ നിങ്ങൾക്ക് ശീതവാനാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉഷ്ണവാനാകാം. ശീതോഷ്ണവാൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മെസ്സേജിലേക്ക്. സോ 3 കാര്യങ്ങൾ നാം നിശ്ചയമായും ചെയ്തിരിക്കണം. ഒരു ദുരാത്മ മണ്ഡലത്തിന്റെ മേൽ, ഒരു ബന്ധനത്തിന്റെ മേൽ, ഒരു രോഗത്തിന്റെ മേൽ, ഒരു ബാധയുടെ മേൽ അധികാരം പ്രാപിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നിശ്ചയമായും ഏതൊരു വിശ്വാസിയായാലും ശരി, മന്ത്രവാദിയായാലും ശരി, ആമേൻ, നേടിയെടുത്തിരിക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുന്നത് നമുക്കറിയാം, യഹൂദന്മാരായിട്ടുള്ള ഒരു മഹാപുരോഹിതന്റെ മക്കളായ മന്ത്രവാദികളാണ് യേശുവിന്റെ നാമം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആമേൻ. അവർ അതിൽ വളരെ വളരെ എന്താ പറയാ, ദയനീയമായി പരാജയപ്പെടുന്ന ചിത്രമാണ് ഇതിന്റെ 16-ാം വാക്യത്തിൽ ഞാൻ എടുത്തു വായിച്ച് നിങ്ങൾക്ക് വായിച്ചു തന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവ് ഈ അധികാരം പ്രയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഈ അധികാരം പ്രയോഗിച്ചിട്ടുള്ളത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഏതൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളപ്പോഴും, ഏതൊരു രോഗിയെ സൗഖ്യമാക്കിയിട്ടുള്ളപ്പോഴും, ഏതൊരു ഭൂതബാധിതനായിട്ടുള്ള ആളുകളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ളപ്പോഴും, ആമേൻ, ഹല്ലേലൂയ, 3 കാര്യങ്ങൾ ഒരു കോമൺ പാറ്റേൺ എന്ന വണ്ണം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ഈ ബാധിതനായി തീർന്ന, ബന്ധിതനായിരിക്കുന്ന ആളുകളോടുള്ള അനുകമ്പയിൽ നിന്നാണ് അത്ഭുതങ്ങൾ കർത്താവായാലും ശിഷ്യന്മാരായാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന, എ കമ്പാഷനേറ്റ് മൈൻഡ്, അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന്. 2, ഏതൊരു മെസ്സേജിലും അടങ്ങിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ ട്രൂത്ത് ഉണ്ടാവും, ഒരു ആത്മീക മർമ്മം, അല്ലെങ്കിൽ ഒരു ആത്മീകമായിട്ടുള്ള ഒരു തലം ഏതൊരു അത്ഭുതത്തിന്റെ പുറകിലും ഉണ്ടായിരിക്കും. അത് വെളിപ്പെടുത്തുന്നതിന് കൂടിയിട്ടാണ് ആ കർത്താവായാലും ശിഷ്യന്മാരായാലും അധികാരമുള്ള അഭിഷക്തന്മാരായാലും അത്ഭുതങ്ങൾ ചെയ്യുന്നത്. 3, ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കി തീർത്ത നിയോഗത്തിന്റെ പരസ്യമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, അവരുടെ ക്രെഡൻഷ്യൽസിന്റെ
പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, കർത്താവ് ആമേൻ സ്തോത്രം താൻ മെഷിഹ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ക്രെഡൻഷ്യലിൽ നിന്നുകൊണ്ടാണ്, ആ ആമേൻ നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തത്. ശിഷ്യന്മാർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നതിന് നിദാനമായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത് അവരുടെ അപ്പോസ്തോലത്വമാണ്. അവർ അയക്കപ്പെട്ടവരായിരുന്നു, നിയോഗം പ്രാപിച്ചവരായിരുന്നു. സോ അപ്പൊ 3 കാര്യങ്ങൾ ഏതൊരു അത്ഭുതത്തിന്റെ പുറകിലും നിശ്ചയമായും വെളിപ്പെട്ടിരിക്കണം. ഒന്ന്, ഹല്ലേലൂയ, ആരാണോ ആ അത്ഭുതം ചെയ്യുന്നത്, ആ മിറക്കിൾ, മിറക്കുലസ് വർക്ക് സ്തോത്രം ആരാണോ പ്രവർത്തിക്കുന്നത്, ഹി ഷുഡ് ഹാവ് എ കമ്പാഷനേറ്റ് മൈൻഡ്. അനുകമ്പയുള്ള സ്തോത്രം ദയയുള്ള ഒരു മനസ്സ് സ്തോത്രം അവനുണ്ടായിരിക്കണം. 2, സ്തോത്രം അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മീക മർമ്മങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം ആത്മതലങ്ങളെ വിവേചിച്ച് ആ തലങ്ങളിൽ സ്തോത്രം ഒരു ആത്മീക മർമ്മം, ഒരു ആത്മീക അർത്ഥം വെളിപ്പെടുത്തുവാൻ സ്തോത്രം ആ അത്ഭുതത്തിലൂടെ കഴിയണം. 3, അവന്റെ നിയോഗം, അവന്റെ മേലുള്ള വിളി, അവന്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തുന്നതായിരിക്കും ആ അത്ഭുതം എന്ന് പറയുന്നത്. സ്തോത്രം. എത്ര പേർ ഇന്ന് പകൽക്കാലം ഈ തരത്തിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. നമ്മുടെ സഭയിൽ എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ നടക്കാത്തത്? നമ്മുടെ സഭയിൽ എന്തുകൊണ്ടാണ് വീര്യപ്രവർത്തികൾ നടക്കാത്തത്? നമ്മുടെ സഭയിൽ എന്തുകൊണ്ടാണ് അധികാരമുള്ളവർ എഴുന്നേൽക്കാത്തത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിലയിൽ നമ്മുടെ ചിന്ത ഒരുമിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ദൈവാത്മാവിൽ ആശ്രയിക്കുന്നു. ഒന്ന്, if you want to do miracles, if you want to be used in the mighty hands of our Lord, you have to become a master. Praise the Lord, hallelujah. നീ സ്തോത്രം ഗുരുവിനെ പോലെ ആയിത്തീരണം. ആമേൻ. നീ മാസ്റ്റർ ആയി തീരണം. നീ സിറ്റുവേഷൻസിനെ മാസ്റ്റർ ചെയ്യുവാനായിട്ട് പഠിക്കണം. യു ഹാവ് ടു ഇവിടെ ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ ഈ 7 പേരുടെ മേൽ ചാടി വീണിട്ട് ചെയ്യുന്ന കാര്യം അതാണ്. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, and the man in whom was the evil spirit leaped on them, evil spirit, hallelujah, leaped on them, mastered all of them and overpowered them. So he mastered all of them and he overpowered all of them. See the word. So we have to be, we must know how to master a situation. Hallelujah. ഒരു കഥ എല്ലാവരും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ കഥ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു സന്യാസിയുടെ അടുക്കൽ ഒരു സ്ത്രീ തന്റെ മകനെയും കൂട്ടി വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൻ വളരെ മുൻകോപിയായിട്ടുള്ള ഒരാളാണ്, വളരെയധികം ദേഷ്യപ്പെടും. ആയതിനാൽ ആ സന്യാസിയായിട്ടുള്ള മനുഷ്യനോട് പറഞ്ഞു, അവിടുന്ന് ഒരു ഉപദേശം ഇവന് കൊടുത്ത് ഇവന്റെ മുൻകോപം ഇവനെ വിട്ടൊഴിഞ്ഞു പോകത്തക്ക നിലവാരത്തിൽ ഇവനെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഈ സന്യാസി പെട്ടെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് 1 മാസം കഴിച്ച് വരാൻ പറഞ്ഞു. 1 മാസം കഴിച്ച് വരാനായിട്ട് പറഞ്ഞു. ഇവർ വീണ്ടും 1 മാസം കഴിച്ച് വന്നു. ഈ 1 മാസം കഴിച്ച് വന്ന സമയം ഈ കോപത്തെ എങ്ങനെ ജയിക്കാം എന്ന നിലയിൽ ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഉപദേശം ഈ ചെറുപ്പക്കാരന് ഈ സന്യാസി പറഞ്ഞു കൊടുത്തു. അവർ ആ ഉപദേശം സ്വീകരിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ ശിഷ്യന്മാർ പക്ഷേ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ സന്യാസിയുടെ ശിഷ്യന്മാർ സന്യാസിയോട് ചോദിച്ചു, ഈ ഉപദേശം അങ്ങ് എന്തുകൊണ്ട് ആ സ്ത്രീ തന്റെ മകനെയും കൂട്ടി അങ്ങയുടെ അടുക്കൽ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല? എന്തുകൊണ്ട് അങ്ങേക്ക് അത് പറയുവാനായിട്ട് പറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ സന്യാസി പറഞ്ഞ മറുപടി, ഞാൻ മുൻകോപിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കോപത്തെ ജയിക്കുവാൻ എനിക്ക് കഴിയാത്തിടത്തോളം കാലം ആ വിഷയത്തെ ജയിക്കുന്നത് എങ്ങനെയെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സോ അതുകൊണ്ട് ഈ 1 മാസം കഴിഞ്ഞ 1 മാസം ഞാൻ കഠിനമായ പരിശ്രമത്തിലായിരുന്നു. എൻ്റെ കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ അതിനെ ജയിക്കാമെന്ന പരിശ്രമത്തിൽ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ അതിന്മേൽ ജയിച്ചത് കൊണ്ടാണ് ആ സ്ത്രീയുടെ മകനെ ഇന്ന് പകൽ ഉപദേശിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനായി തീർന്നത് എന്ന് ഈ സന്യാസി പറയുവാനായിട്ടിടയായി.
Praise the Lord. Hallelujah. So you have to be, you must know. നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് സ്തോത്രം ഈ സിറ്റുവേഷനുകളിൽ ഒരു മാസ്റ്ററായി തീർന്നതെന്ന്. 4 കാര്യങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്തോത്രം. ശിശുവായിരിക്കുന്ന ഒരുവന് ഒരിക്കലും കഴിയുന്ന ഒന്നല്ല ഇത്. കട്ടിയായിട്ടുള്ള ആഹാരം ഭക്ഷിച്ച് ബലം പ്രാപിച്ച ഒരുത്തിന് മാത്രം കഴിയുന്ന ഒന്നാണ് സ്തോത്രം ഒരു സിറ്റുവേഷനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളിൽ പലരും മാസ്റ്റേഴ്സ് ഉള്ളവരുണ്ട്. എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സ്കൂളിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ സ്തോത്രം കോളേജസ് ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പോൾ മാസ്റ്റർ ഈസ് ഹോൾഡിംഗ് എ മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ കടന്നുപോയ ശിക്ഷണത്തിന്റെ ഒരു നീണ്ട കാലഘട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ ഒരു സിറ്റുവേഷനെ മാസ്റ്റർ ചെയ്യുവാൻ പഠിക്കുക, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുവാനായി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായി നിങ്ങൾ മാറുന്നതിന് വേണ്ടി ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ശിക്ഷണത്തിൽ കൂടി കടന്നു പോകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, 2 തിമോത്തിയോസ് 3:16. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദപുസ്തകം എടുത്ത് വായിക്കാൻ പറ്റുന്നതാണ്. ആരെങ്കിലും വായിച്ച് സഹായിക്കുന്ന സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും ഈ വാക്യം ഞാൻ വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്ക്രിപ്ചറിൽ കൂടി, അല്ലെങ്കിൽ സ്ക്രിപ്ചർ ഗവേൺഡ് ആയിട്ടുള്ള ദൈവശ്വാസീയമായിട്ടുള്ള തിരുവെഴുത്തുകൾക്ക് കീഴ്പ്പെട്ട് ദൈവ കൽപ്പനകൾ പഠിച്ച് അനുസരിക്കുവാൻ പ്രാപ്തനായി തീരുക എന്നുള്ളതാണ് സ്തോത്രം ഈ സിറ്റുവേഷനുകളെ മാസ്റ്റർ ചെയ്യുവാൻ വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ. ഇന്ന് നമ്മൾ സങ്കീർത്തനം വായിച്ചു കേട്ടു. അതിന്റെ 141-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം ജോൺ ബിയും പാസ്റ്ററും എടുത്തു പറഞ്ഞ് ഹല്ലേലൂയ ശുശ്രൂഷിക്കുകയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ദയയെന്ന് തിരിച്ചറിഞ്ഞ് നീതിമാന്റെ കീഴിൽ ആ നീതിയുടെ ശിക്ഷണത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ വിശ്വാസിയെ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള പവേഴ്സിനെ മാസ്റ്റർ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീർന്നത്. സോ പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനോ കേവലം വചനം അതിന്റെ പാൽ രൂപേണ ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്കോ ഒരിക്കലും ഈ അധികാരം പ്രാപിച്ചെടുക്കുവാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ കട്ടിയുള്ള ആഹാരം ഭക്ഷിച്ച് വചനത്തിന്റെ മർമ്മങ്ങൾ വ്യാഖ്യാനിച്ചത് തിരിച്ചറിഞ്ഞത് ഗ്രഹിച്ച് അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള ശിക്ഷണം ഹല്ലേലൂയ പ്രോസസ്സിൽ കൂടി, ആ ശിക്ഷണം എന്ന പ്രോസസ്സിൽ കൂടി കടന്നു പോകുക എന്നുള്ളതാണ് അതിന്റെ 1-ാമത്തെ സ്റ്റെപ്പ്. 2-ാമത് സ്തോത്രം കഷ്ടതയിൽ കൂടി കടന്നു പോകുക എന്നുള്ളതാണ് അതിന്റെ 2-ാമത്തെ സ്തോത്രം ഹല്ലേലൂയ അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത. പ്രൈസ് ദി ലോർഡ്. അണ്ടർലൈൻ ദ വേർഡ് സിദ്ധത. സിദ്ധന്മാരെ കുറിച്ച് നമുക്കറിയാം. സോ സിദ്ധത എന്ന് പറയുന്ന ആ കഴിവാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സിദ്ധന്മാരായി തീരേണ്ടതിന് 2 കാര്യങ്ങൾ അതിനു മുമ്പ്, കഷ്ടതയും സഹിഷ്ണുതയും. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ കാൽവറി ക്രൂശിൽ ദുഷ്ടന്റെ സകല പ്രവൃത്തികളെയും പരസ്യമായ കാഴ്ചയാക്കി തീർത്ത് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സോ ജയാളിയായ ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ അവിടെ വരച്ചു കാണിച്ചിരിക്കുമ്പോൾ സ്തോത്രം നമുക്കും ഇപ്പോൾ ആ ജയം മൂലം നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന രക്ഷയും അതിന്റെ പ്രിവിലേജസും അനുഭവിക്കുന്നവരാണ് നാം. ജയാളിയായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും ഇഷ്ടം. എന്നാൽ കർത്താവ് എങ്ങനെ ജയാളിയായി തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ ഇതാ സകലതും നിവർത്തിയായി എന്ന് പറയുന്ന ആ സമയത്തിനു തൊട്ടു മുമ്പുള്ള 24 മണിക്കൂർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവ് എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന്. അവൻ സിദ്ധനായി തീർന്നത്
അവൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത്, ആമേൻ സ്തോത്രം, ആ പ്രാപ്തരാക്കി തീർക്കുവാൻ തക്കവണ്ണം ജയാളിയായി തീർന്നത് താൻ അനുഭവിച്ച ആ കഷ്ടതയുടെ തീച്ചൂള, ആമേൻ സ്തോത്രം, അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ. സോ ദൈവ ഇഷ്ടം ഈ കഷ്ടതയിൽ കൂടി എന്നെ കടത്തിവിടുന്നത്, ആമേൻ സ്തോത്രം, പിന്നത്തേതിൽ എന്നെ ജയാളിയാക്കി തീർക്കുന്നതിന്, എന്നെ സിദ്ധനാക്കി തീർക്കുന്നതിന് ആണ് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുമ്പോഴാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആ സന്തോഷത്തോടു കൂടി ഈ പാനപാത്രം ഭക്ഷിക്കുവാൻ, കുടിക്കുവാനായിട്ട്, കഷ്ടതയുടെ പാനപാത്രം കുടിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ വിശ്വാസിയെ, എന്നെയും നിന്നെയും കഷ്ടതയിൽ കൂടി ദൈവം കടത്തിവിടുന്നത്, എന്നെയും നിന്നെയും ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യത്തക്കവണ്ണം, ഒരുപക്ഷെ കടഭാരമായിരിക്കാം നിന്റെ ജീവിതത്തിലെ കഷ്ടത, ഒരുപക്ഷെ രോഗമായിരിക്കാം നിന്റെ ജീവിതത്തിലെ കഷ്ടത, ഒരുപക്ഷെ ഏതെങ്കിലും നിലവാരത്തിലുള്ള, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഡിമണിക് പൊസഷൻസ് ആകാം നിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ. ഈ കഷ്ടതകളിൽ കൂടി ദൈവം നിന്നെ കടത്തിവിടുന്നത് ആ സിറ്റുവേഷനെ നീ മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതിനാണ്. Praise the Lord. Amen. Hallelujah. ജയിക്കുവാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. So we can be the winners. I mean, we can ultimately at the end of the, I mean, stotram trials, I mean, we can come out as victorious. We can come out as winners. നമുക്ക് ജയാളികളായി പുറത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള ഏതൊരു കഷ്ടതയും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ജയിക്കുവാൻ കഴിയുന്നതാണ് എന്ന വചനം പറയുന്നു. പക്ഷെ പലപ്പോഴും നാം കഷ്ടതയുടെ തീച്ചുള നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ആമേൻ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നവരും, ആമേൻ, ദൈവാത്മാവിൽ, ഹല്ലേലൂയ, ശരണപ്പെടാതെ അതിന്റെ പിറകിലുള്ള ഉദ്ദേശങ്ങൾ തിരിച്ചറിയാതെ, ആമേൻ, ദൈവം എന്തിനെന്നെ അനുവദിച്ചു, ഈ കഷ്ടതയെ എന്നിൽ അനുവദിച്ചു എന്ന് ചിന്തിക്കാതെ പലപ്പോഴും, ആമേൻ സ്തോത്രം, നിരാശയുടെ, ആമേൻ ഹല്ലേലൂയ, പാത്രം കുടിക്കുന്നവരും, ആമേൻ സ്തോത്രം, നിരാശ, ആമേൻ ഹല്ലേലൂയ, ആമേൻ എംബ്രേസ് ചെയ്യുന്നവരും, ഹല്ലേലൂയ, അതുവഴി പരാജയപ്പെട്ടു പോകുന്നവരുമാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊള്ളണം, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവം ഏത് നിലവാരത്തിലുള്ള കഷ്ടതയും ആയിക്കോട്ടെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ജയാളിയായി പുറത്തെടുക്കുന്നതിനും ആ പരീക്ഷയുടെ മേൽ, ആ കഷ്ടതയുടെ മേൽ പിന്നത്തേതിൽ നിനക്ക് അധികാരം നൽകി തരേണ്ടതിനുമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അധികാരം പ്രാപിച്ചെടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഷ്ടതയിൽ കൂടി കടന്ന് ആ കഷ്ടതയെ ജയിക്കുവാനായിട്ട് നമുക്ക് പറ്റണം. 3, ഹല്ലേലൂയ, സ്തോത്രം, നാം എക്സ്പീരിയൻസ്ഡ് ആയി തീരണം. എബ്രായ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോ കട്ടിയായിട്ടുള്ള ആഹാരം എല്ലാവർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നലെ ദൈവകൃപയാൽ ഇന്നലെ രാത്രിയിലും ശുശ്രൂഷിക്കുവാനുള്ള അവസരം കർത്താവ് ജീവിതത്തിൽ തന്നു. കർത്താവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ശ്രീമതിയോട്, നമ്മുടെ ദാസിയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മെസ്സേജ്? പുള്ളിക്കാരി എടുത്ത വായിലെ പറഞ്ഞു, ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കട്ടിയായിട്ടുള്ളത് ഭക്ഷിക്കുവാൻ എല്ലാവർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കട്ടിയായിട്ടുള്ളത് ഭക്ഷിക്കണമെങ്കിൽ നീതിയാലുള്ള അഭ്യാസത്താൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവർക്ക്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കട്ടിയായിട്ടുള്ളത് ഭക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോർപ്പറേറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, കോമ്പിറ്റൻസ് എന്നൊരു വാക്കുണ്ട്. കോമ്പിറ്റൻസ്, ഈ കോമ്പിറ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് 3 ഘടകങ്ങൾ കൂടി ചേർന്നതാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. കോമ്പിറ്റൻസിന്റെ മലയാള വാക്ക് എന്താണ്? കോമ്പിറ്റൻസിന്റെ മലയാളം, ക്യാൻ സംബഡി സേ വാട്ട് കോമ്പിറ്റൻസ് ഈസ്? പ്രാഗൽഭ്യം എന്ന് വേണമെങ്കിൽ പറയാം. പ്രഗത്ഭർ, നോട്ട് എക്സാക്ട്ലി, ബട്ട് ഓക്കെ. അപ്പം ഒരുവന് ഒരു വിഷയത്തിന്മേൽ പ്രാഗൽഭ്യം ഉള്ളവനാണ് എന്ന് സെക്യുലർ വേൾഡ് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണം. 2, അനുഭവം, എക്സ്പീരിയൻസ് വേണം. 3, ഇത് രണ്ടും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് വേണം. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസവും അനുഭവവും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ. സോ ഈ 3 കാര്യങ്ങൾ
കയ്യിലുള്ള ഒരാളെയാണ് കോമ്പിറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. നമ്മളുടെ അടുക്കറിയാം, നമ്മുടെ അടുത്ത് കോമ്പിറ്റന്റ് ആയിട്ടുള്ള നഴ്സുമാരുണ്ട്, കോമ്പിറ്റന്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, കോമ്പിറ്റന്റ് മാനേജേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞു, സെക്യുലർ വേൾഡിൽ മാത്രമല്ല, ഇത് ആത്മീക വേൾഡിലും ആത്മീക ലോകത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. കോമ്പിറ്റന്റ് ആയി തീരണമെങ്കിൽ, പ്രാഗൽഭ്യമുള്ളവരായി തീരണമെങ്കിൽ വിദ്യാഭ്യാസം, ശിക്ഷണം വേണം. എക്സ്പീരിയൻസ്, ഹല്ലേലൂയ, അഭ്യാസം വേണം, അതിന് പഴക്കം വേണം. ഹല്ലേലൂയ. ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രൈസ് ദി ലോർഡ്, നീതിയുടെ വചനത്തിലുള്ള പരിചയം വേണം. ആമേൻ. 3 സർട്ടിഫിക്കേഷൻ. ഓഫ് കോഴ്സ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു ക്രെഡൻഷ്യൽ വേണം, ഒരു കൈവപ്പ് വേണം, ഒരു നിയോഗം വേണം. അവസാനമായി ഹല്ലേലൂയ, ഈ മാസ്റ്റർ ആയി തീരണമെങ്കിൽ അവർക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യവും മറ്റൊരാൾ ഗലേഷ്യൻസ് 5:16 വാക്യം. ഒരാൾ റോമൻ 13-14. 13-14 റോമർ വായിച്ചോട്ടെ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ദാറ്റ് ഈസ് വാട്ട് ദ ക്വാളിറ്റി റിക്വയർഡ്. ഈ ആത്മീക ലോകത്തിൽ പ്രാഗൽഭ്യമുള്ളവരായി തീരുവാൻ മാത്രമുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾ ജഡീക ലോകത്തിൽ സെക്യുലർ വേൾഡിലുള്ള പ്രാഗൽഭ്യത്തിന് ഈ ക്വാളിഫിക്കേഷൻ വേണ്ട. ഇവിടെ വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരിക്കണം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങളിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. That's the way how we can just we cannot gratify, okay, how we can gain control over the desires of flesh. ജഡത്തിന്റെ മോഹങ്ങളിന്മേലുള്ള അധികാരം പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഹല്ലേലൂയ, ശിക്ഷണത്താലുള്ള സ്തോത്രം, ഹല്ലേലൂയ, സമർപ്പണം, കഷ്ടതയിൽ കൂടി പ്രാപിച്ചെടുക്കുന്ന സിദ്ധത, അനുഭവങ്ങളിലൂടെ കട്ടിയുള്ള വചനം വിവേചിക്കുവാനും ഭക്ഷിക്കുവാനുമുള്ള കഴിവ്, അവസാനമായി ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ സ്തോത്രം ആത്മാവിനാൽ ഹല്ലേലൂയ ജഡമോഹങ്ങളെയും ലോകത്തെയും ജയിക്കുവാനായിട്ടുള്ള കഴിവ്. ഇതാണ് സ്തോത്രം ഒരു സിറ്റുവേഷനിൽ മാസ്റ്ററായി തീരേണ്ടതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, he not only just mastered all of them but overpowered them. അവരെ കീഴടക്കി, അവരെ ജയിച്ചു. ഇവിടെ ദുരാത്മാവ് 7 പേരെ ഒരാത്മാവ് ഒരു വ്യക്തി ജയിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. ബലവാനായവൻ ആയുധം ധരിച്ച് തന്റെ വക സൂക്ഷിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പങ്കു ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതിന്റെ മുമ്പോട്ടുള്ള ഭാഗം, അതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, കർത്താവിനെ യഹൂദന്മാർ അക്യൂസ് ചെയ്യുകയാണ്. നീ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ അക്യൂസ് ചെയ്യുന്ന സമയത്ത് കർത്താവ് അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ വായിച്ചത്. ബലവാനായവൻ തന്റെ സർവായുധ വർഗം ധരിച്ച് തന്റെ അരമന കാത്തുകൊള്ളുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് സ്തോത്രം അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ചാൽ
അവന്റെ കൊള്ള അവൻ പങ്കിട്ടെടുക്കും. Praise the Lord. This is the principle of how to overpower a mighty, a stronghold. Hallelujah. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏതെങ്കിലും മേഖലകളിൽ ബന്ധനം അനുഭവിക്കുന്നവരാണെങ്കിൽ, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സഭാ ജീവിതത്തിലോ ശുശ്രൂഷ മണ്ഡലങ്ങളിലോ ഔദ്യോഗിക മണ്ഡലങ്ങളിലോ നാം ഏതെങ്കിലും നിലവാരത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദുരാത്മബന്ധനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ആ ബന്ധനത്തെ ജയിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള സ്തോത്രം ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്തോത്രം അധിക ബലം പ്രാപിക്കുക എന്നുള്ളതാണ്. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ ബലത്തിന് സ്തോത്രം മുകളിലുള്ള ബലം ഇതെവിടുന്ന് പ്രാപിക്കുവാനായിട്ട് പറ്റും? വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. മറ്റൊരു ഭാഗത്ത് ദാവീദ് പറയുന്നു, ബലം യഹോവയ്ക്കുള്ളതെന്ന് അവൻ ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. എന്റെ ചോദ്യം, ഇവിടെ നമ്മൾ അവിടെ എഴുതിയിരിക്കാം, ബലവാന്റെ ആശ്രയം അവന്റെ സർവായുധ വർഗമാണ്, അവന്റെ ആർമറാണ്. ഈ ആർമർ പിടിച്ചു പറിക്കുവാൻ എനിക്കും നിനക്കും കഴിയുമ്പോൾ മാത്രമേ നിന്നെ ഗ്രസിച്ചു പിടിച്ചിരിക്കുന്ന ആ ബലത്തെ തകർത്ത് അതിനെ കീഴടക്കുവാൻ നിന്നിൽ നിന്ന് കൊള്ളയായി പോയത് വീണ്ടെടുക്കുവാൻ നിനക്ക് കഴിയത്തുള്ളൂ. അത് നിന്റെ ജീവിതത്തിലായാലും നിന്റെ കുടുംബ ജീവിതത്തിലായാലും ഞാൻ പറഞ്ഞ ഏത് മണ്ഡലങ്ങളിലായാലും, വിശിഷ്യ സഭയുമായിട്ടുള്ള അനുഭവത്തിലായാലും. അപ്പോൾ അധികമായിട്ടുള്ള ബലം പ്രാപിക്കുക. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദുഷ്ടനോട് എതിർക്കുവാൻ, ഹല്ലേലൂയ, സർവ്വതും സമാപിക്കുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണമെന്ന്. അപ്പോൾ ദുഷ്ടനോട് എതിർക്കണമെങ്കിൽ അതിനു മുമ്പ് യു നീഡ് an armor. നിനക്കൊരു ആയുധവർഗം വേണം. നിന്നെ എതിർത്തു നിൽക്കുന്നവരെയും സ്തോത്രം അവന്റെ ആയുധവർഗത്തെ, അവന്റെ ബലത്തെ കവച്ചു വയ്ക്കുന്ന ഒന്ന്. Praise the Lord. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്ന് തിരിച്ചറിവാണ്. കാരണം പിശാച് പരാജയപ്പെട്ടവനാണ്. അവന്റെ കയ്യിലുള്ള ആയുധങ്ങളെ കർത്താവ് പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ സർവായുധ വർഗം പ്രാപിക്കുക, ധരിക്കുക എന്നുള്ളതാണ് ദുഷ്ടനെ ജയിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. വചനം പറയുന്നു, ദുഷ്ടനോട് എതിർത്തു നിൽപ്പീൻ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പലപ്പോഴും നാം എതിർത്തു നിൽക്കുന്നതിന് പകരം കീഴ്പ്പെട്ടു പോകുന്ന അനുഭവത്തിലാണുള്ളത്. ഹല്ലേലൂയ. 2 പത്രോസ് 2:19 വായിച്ചാട്ടെ. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജയിക്കുവാനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ നീയും ഞാനും ഏതെങ്കിലും വിഷയത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ഏതെങ്കിലും ബന്ധനം എന്നെയും നിന്നെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ഞാനും നീയും ഇന്ന് പകൽ ആത്മീകവുമോ ഭൗതികവുമായ ഏതെങ്കിലും മേഖലകളിൽ ബന്ധനം അനുഭവിക്കുന്നു, അതിനെ ജയിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ വചനം വിളിച്ചു പറയുന്നു, നാം അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന്. ഒരുത്തൻ ഏതിനോട് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അവൻ അതിനെ കീഴടക്കിയിരിക്കുന്നു. അതിനെ ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയത്തില്ല. സോ കീഴ്പ്പെട്ടിരിക്കുവാനല്ല, ബന്ധനങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിച്ചത്. മറിച്ച് ആ ബന്ധനങ്ങളെ ദൈവാത്മശക്തിയാൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചവരായി എതിർത്തു തോൽപ്പിക്കേണ്ടതിനും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ക്ലെയിം ചെയ്തെടുക്കേണ്ടതിനുമാണ്, കൊള്ള പങ്കിട്ടെടുക്കേണ്ടതിനാണ്. അതിനെന്ന് പകൽ ആവശ്യം ദൈവസന്നിധിയിൽ താനിരുന്ന് ദൈവത്തിങ്കൽ നിന്നുള്ള ബലം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ബലം സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചോദ്യം സ്തോത്രം, നിന്റെ സ്ട്രെങ്ത് എവിടെയാണ് എന്നുള്ളതാണ്, നിന്റെ ട്രസ്റ്റ് എവിടെയാണ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ബലവാൻ അവന്റെ ട്രസ്റ്റ്, അവന്റെ ആശ്രയം, അവൻ ആശ്രയിച്ചിരുന്നത് അവന്റെ സർവായുധ വർഗത്തിലാണ്, അവന്റെ ആർമറിലാണ്.
ദുഷ്ടനായവൻ അവന്റെ ആയുധങ്ങളിൽ ആശ്രയിച്ച് അവൻ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ സ്തോത്രം അവന്റെ ആയുധങ്ങളെ എന്നോ പരാജയപ്പെടുത്തിയ സ്തോത്രം ദൈവത്തിന്റെ ദയയും അവന്റെ രക്ഷയും സ്തോത്രം ആ രക്ഷയാലുള്ള സ്തോത്രം പ്രിവിലേജസും നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ അതിനെ പ്രാപിച്ചെടുത്ത് ദുഷ്ടനെ ജയിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ അവനെ ഓവർ പവർ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ആശ്രയം എവിടെയെന്ന് പകൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രവാചകന്മാർ പ്രവചന പുസ്തകത്തിൽ വിളിച്ചു പറയുന്നത് പോലെ സംഹാരകൻ നമുക്കെതിരെ കയറി വരുമ്പോൾ കോട്ട കാത്തുകൊള്ളുവാനായിട്ട് നമുക്ക് പറ്റണം. ഹല്ലേലൂയ. അവന്റെ ബലത്തെ കവിയുന്ന ഒരു ബലം ധരിച്ച് സ്തോത്രം ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മെ രോഗങ്ങൾ കീഴ്പ്പെടുത്തുമ്പോൾ, നമുക്ക് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ നിരാശരായി തീരുവാനല്ല, മറിച്ച് സ്തോത്രം അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു ബലം ഉള്ളത്തിൽ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ടബന്ധനത്തെ നോക്കി സ്തോത്രം കൽപ്പിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. ആ നിലയിൽ ഹല്ലേലൂയ ഒരു ക്വാളിഫിക്കേഷൻ സ്തോത്രം വചനവുമായുള്ള ബന്ധത്തിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, ആത്മീക ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിനക്ക് കഴിഞ്ഞിരിക്കണം. Praise the Lord. അവസാനമായി ഹല്ലേലൂയ he possessed. അവർ വീട് വിട്ട് ഓടിപ്പോയി. ആ വീടിനെ സ്തോത്രം അവൻ ഹല്ലേലൂയ അനുവദിച്ചിരുന്നതിനെ, ഹല്ലേലൂയ അനുഭവിച്ചിരുന്നതിനെ ഹല്ലേലൂയ പിശാച് കീഴ്പ്പെടുത്തി കളഞ്ഞു. നമുക്ക് ഒരുമിച്ച് വായിക്കാം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 12 verses 43 to 45. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അതിനെ ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. കർത്താവ് പറയാ, ദുരാത്മാവ് അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിക്കുന്ന ആ ആത്മാവിന്റെ ബുദ്ധി. അപ്പോൾ ആ മനുഷ്യനെ സ്തോത്രം ഏതൊരു മനുഷ്യനിലാണോ ഈ അശുദ്ധാത്മാവ് വസിച്ചിരുന്നത് സ്തോത്രം, അപ്പോൾ അവൻ എത്ര സ്തോത്രം ഹല്ലേലൂയ നികൃഷ്ടമായിട്ടുള്ള, എത്ര നികൃഷ്ടം എന്നതിനേക്കാൾ ഉപരി ബുദ്ധിഹീനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലായിരിക്കും അവൻ ജീവിച്ചിട്ടുണ്ടാകുക. ഇവിടെ അവന്റെ ബുദ്ധിയെ സ്തോത്രം കീഴ്പ്പെടുത്തി കളയുന്ന എവിടെയാണോ നന്മയുള്ളത് ആ നന്മയ്ക്ക് വിപരീതമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവ്. ഈ ആത്മാവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്ന ഒരു ആത്മാവ്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് ഇവനെ വിട്ടുപോയ ഈ ആത്മാവ് ഈ തണുപ്പ് കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ട് മടങ്ങി വരുമ്പോൾ 3 കാര്യങ്ങൾ. 1, താൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോയോ, എവിടം വിട്ടുപോയോ അവിടം ഒഴിഞ്ഞതും അടിച്ചു വാരിയതും അലങ്കരിച്ചതുമായി കാണും. അവിടം ഒഴിഞ്ഞത്, അടിച്ചു വാരിയത്, അലങ്കരിച്ചതും. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് ഈ ഒരു ടോപ്പിക്ക് പറയുവാനുള്ള സാഹചര്യം ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേൽ രാജ്യത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ശലോമോന് ശേഷം അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ എല്ലാവരും സ്തോത്രം അശേര പ്രതിഷ്ഠകളെയോ ബാലിനെയോ അല്ലെങ്കിൽ മറ്റ് അന്യദൈവങ്ങളെയോ ആരാധിക്കുന്നവരും ആ ആരാധനാ രീതികൾ ജനത്തിനെ ആ നിലവാരത്തിൽ ആരാധിക്കുവാൻ പ്രേരിപ്പിച്ചവരുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു റിഫർമേഷന്റെ സമയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
ഇടയ്ക്കിടയ്ക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആമേൻ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാരായിട്ടുള്ള ആമേൻ രാജാക്കന്മാർ എഴുന്നേറ്റപ്പോൾ അവർ ചെയ്തത്, അവർ ഈ പ്രതിഷ്ഠകളെ നീക്കിക്കളഞ്ഞു. അവർ ആമേൻ ഈ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. അവർ ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തുവെങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. അതുവരെയും അവർ ആരാധിച്ചു പോകുന്ന രീതിക്കൊരു മാറ്റം വന്നില്ല. ഈ നീക്കിക്കളഞ്ഞതിന് പകരമായിട്ട് മറ്റൊന്ന്, അല്ലെങ്കിൽ ദൈവിക ക്രമപ്രകാരമുള്ള ഒരു ആരാധനയും ആമീൻ ഒരു ജീവിത രീതിയും ആമീൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ ആമീൻ ഈ റിഫർമേഷൻ തുടങ്ങി വെച്ചവർക്ക് പറ്റിയില്ല. സോ അതുകൊണ്ട് ആമേൻ സ്തോത്രം ഈ പ്രതിഷ്ഠകളെ കളഞ്ഞ ആ സ്ഥലങ്ങൾ, ആ അവസ്ഥകൾ, ആ സാഹചര്യങ്ങൾ വേക്കന്റ് ആയിരുന്നു, ഒഴിഞ്ഞതായിരുന്നു. നിങ്ങൾ അടുത്ത ആമീൻ സ്തോത്രം തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു പാറ്റേണായിട്ട് സംഭവിച്ച കാര്യമാണ്. അടുത്ത രാജാവ് അതിലും നികൃഷ്ടനായിട്ടുള്ളതും അധികമായി ആമീൻ സ്തോത്രം അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് തന്നെ ഏതൊരു സിസ്റ്റം അവർ ഉപേക്ഷിച്ചു കളഞ്ഞുവോ കഴിഞ്ഞ കാലങ്ങളിൽ, അത് പെട്ടെന്ന് തന്നെ ആ രീതിയിലുള്ള സിസ്റ്റവും ആരാധനയും അന്യദൈവങ്ങളെയും അവരുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവരുടെ പിന്തുടർച്ചക്കാർക്ക് കഴിഞ്ഞു. ഇവിടെയും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കർത്താവ് വിവരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആമീൻ ഒരു ബന്ധനം ഒഴിഞ്ഞു പോകുമ്പോൾ, ഒരു അശുദ്ധാത്മാവ് പുറത്തു പോകുമ്പോൾ, ആമീൻ ജീവനിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, ആമീൻ നന്മയുടെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ മുമ്പിൽ തുറന്നു വരുമ്പോൾ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊഴിഞ്ഞു പോയോ ആ പ്ലേസിനെ വേക്കന്റ് ആയിട്ട് ഇട്ടേക്കരുത്. ഒഴിഞ്ഞതായിട്ട് ഇട്ടിരുന്നു കഴിഞ്ഞാൽ തിരികെ അത് പൊസസ് ചെയ്യുവാനായിട്ട് എളുപ്പമാണ്. തിരികെ ആ സാഹചര്യത്തെ കീഴ്പ്പെടുത്തി കളവാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ സ്തോത്രം ഇവിടെ ദുരാത്മാവ് ചെയ്യുന്നതും അത് തന്നെയാണ്. അവൻ മടങ്ങി വരുമ്പോൾ താൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോയോ ആ സ്ഥലം ഒഴിഞ്ഞതാ, അത് അടിച്ചു വാരിയിട്ടുണ്ട്, അത് അലങ്കരിച്ചിട്ടുണ്ട്. ശരിയാ, എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻസ് ആ ബോഡിയിൽ ഉണ്ട്. ബട്ട് ഇന്റേണലി ആ ശരീരത്തിന് എന്തൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആലഭാരങ്ങൾ ചാർത്തി കൊടുത്താലും ശരി, ആന്തരികമായി അവൻ എവിടെയായിരുന്നു ഇരുന്നത്, അവൻ നിലനിന്നിരുന്നത് ആ സ്ഥലം വേക്കന്റ് ആണ്, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ അശുദ്ധാത്മാവ് ചെയ്തത് തന്നിലും ദുഷ്ടതയേറിയ മറ്റ് 7 ആത്മാക്കളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുന്നത്, എയ്തർ യു ക്യാൻ ബി എന്താ പറയാ, യേശുവിനോട് ചേർന്ന് നടക്കാം, ഓർ യു ക്യാൻ ബി ഓൺ ദ അതർ സൈഡ്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്നോട് ചേർക്കാം, എന്നോട് ചേർക്കാത്തവൻ എന്നിൽ നിന്ന് ചിതറിക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്യമാണിത്. അപ്പോൾ ചേർക്കുന്നവരായി, കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 11:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നോട് ചേർന്ന് എന്റെ അടുക്കലേക്ക് വരിക, ആമേൻ സ്തോത്രം, എന്നിൽ നിന്ന് പഠിക്കുക. ഈ 2 കാര്യങ്ങൾ ആവശ്യമാണ് നമുക്ക്. ആമേൻ സ്തോത്രം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. ഓ ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം ഹല്ലേലൂയ, ഒരാത്മാവ് ഇറങ്ങിപ്പോയി, ആ സ്ഥലം വേക്കന്റ് ആയിട്ടിരുന്നു. അത് ഫില്ല് ചെയ്യുവാനായിട്ട് സ്തോത്രം ഈ മനുഷ്യൻ മറന്നുപോയത് കൊണ്ട് തന്നിലും ദുഷ്ടതയേറിയ മറ്റ് 7 ആത്മാക്കൾ കൂടി ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി മുമ്പിലത്തെ സ്ഥിതിയേക്കാൾ മോശമായി പോയി. പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുക, ദൈവിക പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വളരുവാൻ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ മച്യൂരിറ്റി പ്രാപിക്കുവാൻ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നീയും ലോകമോഹങ്ങളിൽ കുടുങ്ങി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ പരിജ്ഞാനത്തെ വിട്ട് ഓടിപ്പോകുവാനായിട്ട് ശ്രമിച്ചാൽ, ആമേൻ ഇതിനെ അഗണ്യമെന്ന് എണ്ണുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ആമേൻ സ്തോത്രം പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വളരെ മോശമായി പോകും. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നതാണ് ആമേൻ ഹല്ലേലൂയ ഡിമോണിക് വേൾഡിന്റെ മേൽ, പൈശാചിക ലോകത്തിന്റെ മേൽ ആമേൻ ഉള്ള അധികാരം ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചെടുക്കുക എന്നുള്ളത്. ആ അധികാരം പ്രാപിച്ചെടുക്കേണ്ടതിന് നാം ചെയ്യേണ്ടത് ആമേൻ സ്തോത്രം നാം ഹല്ലേലൂയ ഗ്രാജുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ശിക്ഷണത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. കഷ്ടത അനുഭവിക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി സിദ്ധത പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. നീതിയിലുള്ള അഭ്യാസത്തിലേക്ക് ആമേൻ സ്തോത്രം അഭ്യാസികളായി തീരേണ്ടതിന് വചനത്താലുള്ള വചനത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഉള്ള പരിചയം, എക്സ്പീരിയൻസ്ഡ് ആയി തീരുക എന്നുള്ളതാണ്. എല്ലാത്തിലും ഉപരി ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ ആമേൻ സ്തോത്രം ദൈവാത്മാവിനാൽ ആമേൻ നടത്തപ്പെടുന്നവരും ആമേൻ ലോകമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ആമേൻ സ്തോത്രം ജീവിക്കുന്നവരുമായിരിക്കുക എന്നുള്ളതാണ്. ആശ്രയം ആമേൻ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചിട്ട് ആമേൻ നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ ബലത്താലല്ല, ദൈവത്തിന്റെ ശക്തിയാൽ ആമേൻ അവന്റെ ബലത്താൽ ഈ അധികാരം ആമേൻ സ്തോത്രം നമ്മളിൽ കൂടി ഉപയോഗിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ ആ അധികാരത്തിന് കീഴ്പ്പെടുകയും ആ ബലം പ്രാപിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാറ്റിലും ഉപരിയായി ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഓരോ മേഖലകളിലും നാം ജയം പ്രാപിച്ച് കടന്നു വരുമ്പോൾ ആ സ്ഥാനങ്ങളും അവസ്ഥകളും വേക്കന്റ് ആയിട്ടിട്ടിരിക്കാതെ, ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാതെ, അവിടങ്ങളിൽ എല്ലാം ഹല്ലേലൂയ ദൈവശക്തിയെ നിറയ്ക്കുന്നവരായി ആമേൻ സ്തോത്രം ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലങ്ങളിൽ ആമേൻ സഭയായി ഹല്ലേലൂയ ദിവസങ്ങളിൽ പ്രയോജനപ്പെടുവാൻ, അധികാരമുള്ളവരായി പുറത്തു വരുവാൻ ആമേൻ സ്തോത്രം രോഗത്തിന്റെ മേൽ ഹല്ലേലൂയ ബന്ധനങ്ങളുടെ മേൽ ആമേൻ സ്തോത്രം കടഭാരങ്ങളുടെ മേൽ ജീവിതത്തെ ആമേൻ സ്തോത്രം മുന്നോട്ട് വിടാതെ ആമേൻ ക്രിസ്തീയ ജീവിതത്തെ തടയുന്ന ഏത് പൈശാചിക മണ്ഡലങ്ങളിൽ മേലും ജയം പ്രാപിക്കുവാൻ അധികാരമുള്ളവരായി പുറത്തു വരുവാൻ ദൈവാത്മാവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഇതിലേക്ക് ഹല്ലേലൂയ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ആമേൻ വചനങ്ങളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.